എല്ലാ കാലത്തും വളരെ ഡിബേറ്റ് നടക്കുന്ന പ്രണയത്തിലും പൊളിറ്റിക്സിലും ഒക്കെ ഡിബേറ്റ് നടക്കുന്ന ഒരു വിചാരം ഇത് തന്നെയാണ്. എന്താണ് വഴിയാണോ അതോ ലക്ഷ്യമാണോ പ്രധാനപ്പെട്ടത്? ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനാരാണ്? അവസാനത്തോളം ധൈര്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നൊരു കൂട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. കൗതുകമുള്ള ഒരു പുസ്തകം ഈ ദിവസങ്ങളിലൊന്ന് മറിച്ച് നോക്കുന്നുണ്ട്. കുട്ടികൾ ഉദ്ദേശിക്കുന്ന മട്ടിലൊക്കെയാണത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബിഗ് പാണ്ട ആൻഡ് ലിറ്റിൽ ഡ്രാഗൺ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. കുറച്ചൊരു ബുദ്ധിസ്റ്റ് ഫ്ലേവറുള്ള വിചാരങ്ങളാണ് അതിന് അടിസ്ഥാനമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഈ യാത്രയിൽ ഏർപ്പെടുന്ന ഈ രണ്ട് ജീവജാലങ്ങൾ, അവരുടെ ഇടയിൽ ആ മുട്ടൻ പാണ്ട ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ശരിക്കും പ്രധാനപ്പെട്ടത്? യാത്രയാണോ യാത്രയുടെ വഴികളാണോ? എല്ലാ കാലത്തും വളരെ ഡിബേറ്റ് നടക്കുന്ന പ്രണയത്തിലും പൊളിറ്റിക്സിലും ഒക്കെ ഡിബേറ്റ് നടക്കുന്ന ഒരു വിചാരം ഇത് തന്നെയാണ്. എന്താണ് വഴിയാണോ അതോ ലക്ഷ്യമാണോ പ്രധാനപ്പെട്ടത്? ഇപ്പോൾ ഈ കുഞ്ഞൻ പറയുന്ന ഒരു ഉത്തരത്തിന് വല്ലാത്ത പഴക്കമുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്, രണ്ടുമല്ല, ആ കൂട്ടാണ് പ്രധാനം, കമ്പനിയാണ് പ്രധാനം. പക്ഷേ ഇതിനകത്ത് കാര്യമായ വിശദീകരണം പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ അത്രയും സരളമായൊരു പാഠമാണ്. നമ്മളിതിനെ കൂടുതൽ അലങ്കാരങ്ങൾ കൊടുത്ത് അതിൻ്റെ ഏകാഗ്രതയെ കളയേണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനാരാണ്? അവസാനത്തോളം ധൈര്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നൊരു കൂട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. രമല പറയുന്ന ഒരു കഥ കണക്കാണ്. യുദ്ധം കാലമാണ്, ഒരു ചങ്ങാതി മടങ്ങി വന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാൻ പോയി പോർമുഖത്തിലേക്ക് പോയിട്ട് അവനെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. അവൻ്റെ ഓഫീസർ പറയുന്നൊരു കാര്യമുണ്ട്, അവനെ തേടിപ്പോവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നീ ഇൻജേർഡ് ആവുക എന്നുള്ള. അതുകൊണ്ട് തൽക്കാലം അത് വിട്ടുകളാം. യുദ്ധത്തിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ട് ഇതിന് മീതെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ഗതിയായിട്ട് തന്നെ എടുക്കേണ്ട ബാധ്യതയായിരിക്കും നിനക്കുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഇവൻ വഴങ്ങുന്നേയില്ല. അവൻ പറയുന്നു, എനിക്ക് പോയേ പറ്റൂ. ഇയാൾ പറയുന്നുണ്ട്, ഓക്കെ, നിൻ്റെ റിസ്കിൽ പോയിക്കോളാം. ഇയാൾ പറഞ്ഞ കണക്ക് തന്നെ ഇയാൾ വരുന്നത് ഇങ്ങനെ അടിമുടി ഇഞ്ചോർഡായിട്ടാണ്. അപ്പോൾ ഈ ഓഫീസർ പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്, എന്നോട് പറഞ്ഞതല്ലേ അവനെ അന്വേഷിച്ചപ്പോൾ പോകണ്ടെന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നാലും സർ, പോയത് കൊണ്ട് ഒരു കാര്യം സംഭവിച്ചു. എന്താണത്? അവന് ബോംബിങ്ങിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. കൃത്യമായിട്ട് മരണത്തിൻ്റെ ആ ഒരു നേർരേഖയുടെ ഇപ്പുറത്താണ്. പക്ഷെ എന്നെ കാണുമ്പോൾ അവന് ജീവനുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞ അവസാനത്തെ വാക്കിങ്ങനെയായിരുന്നു, നീ തപ്പി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ കണ്ണുപൊട്ടി. അതിനേക്കാൾ കുഴപ്പമുള്ളതല്ല, അതിനേക്കാൾ വലുതല്ല എൻ്റെ ഈ ശരീരത്തിൻ്റെ ക്ലേശങ്ങളാണ്. അപ്പോൾ ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. ക്രിസ്ത്യൻ മാരീഡ്, ഞാൻ വിചാരിക്കുന്നതൊരു കാത്തലിക്കിലെ ലാറ്റിൻ രീതിയിലാണെന്ന് തോന്നുന്നു. മറ്റിടങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒടുവിൽ ദമ്പതികൾക്ക് കൊടുക്കുന്നൊരു ബ്ലെസ്സിങ് ഉണ്ട്. അതിനകത്ത് ഒരു 3-4 ബ്ലെസ്സിങ് ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്താണ് പറയുന്നത്. അതിലൊന്നിങ്ങനെയാണ്, ആശ്വാസം അരുളുന്ന ഉത്തമ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനേക്കാൾ നല്ലൊരു ബ്ലെസ്സിങ് എന്താണ് നമുക്ക് ഒരു യാത്ര പുറപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിക്കും കൊടുക്കാനുള്ളത്? നല്ല സുഹൃത്തുക്കളെയൊക്കെ നമുക്കൊന്ന് ഈ രാത്രിയിൽ ഓർമ്മിക്കാം. ഒരു കൂട്ടുണ്ടാവുക, കൂട്ട് ഉറപ്പുവരുത്തുക എന്നൊക്കെ ഉള്ളത് ഒരു സുവിശേഷ ധർമ്മം തന്നെയാണ്. കാരണം ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്ന ഏകാന്തതയാണ്. അതിനേക്കാൾ കഠിനമായിട്ടൊന്നുമില്ല. അലച്ചിലോ അപകടങ്ങളോ മരണമോ ദാരിദ്ര്യമോ ഒന്നും മനുഷ്യൻ്റെ ആദ്യ ദുഃഖമായിട്ട് രേഖപ്പെടുത്താത്ത കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു ഇതൊരു ക്ലാസിക് വർക്കാണ്. ഏകാന്തയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരാമർശങ്ങളും, ഏകാന്തയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിബേറ്റുകളും, എല്ലാ ഡിസ്കഷൻസും ഒക്കെ അസാധാരണമായ എസ്തറ്റിക്സ് ഉള്ള അനുഭവമായിട്ട് മാറുന്നുണ്ട്. ബൈബിളിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതിങ്ങനെ ഏകാന്തതയിൽ ആരംഭിക്കുന്നത്. മനുഷ്യൻ ഏകനാണെന്ന് കണ്ടെന്നാണ് പറയുന്നത്. ആ ഏകാന്തതയാണ് ഇങ്ങനെ ദൈവത്തെ തൊടുന്നതായിട്ട്. അപ്പം അങ്ങനെ ഒരു ഏകാന്തത അഡ്രസ്സ് ചെയ്യുന്നൊരു പുസ്തകം എന്ന നിലയിൽ
മൈത്രിയെ ഒരു ശമനമെന്ന നിലയിൽ പരിചയപ്പെടുന്ന പുസ്തകം എന്ന നിലയിൽ ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴേക്കും യേശുവിലേക്ക് എത്തുമ്പോൾ അത് വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള ഒരു ക്ഷണമോ ആത്മികമോ ഒക്കെ ആയിട്ട് മാറുന്നു. ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ ശിഷ്യ സമൂഹത്തെ അയക്കുമ്പോഴേക്കും വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ 2 പേര് വെച്ച് പോകണം. അതിങ്ങനെ 12 പേരെ വിടുമ്പോഴും, മാർക്കിൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ 70 പേരെ വിടുമ്പോഴും ഒക്കെ പറയുന്നത് നിങ്ങൾ 2 പേര് വെച്ച് പോകണം എന്നുള്ള. അതിൻ്റെ അർത്ഥം ഇവർ 6 മറ്റൊരു 35 ഒക്കെ പോയിട്ടുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? ഇങ്ങനെ വളരെയേറെ ഇഫക്റ്റീവ് ആവുകയും വളരെയേറെ സക്സസ്ഫുൾ ആവുകയും കുറേ അധികം ഓടിയെത്തുന്നതിനേക്കാളും പ്രധാനമാണ് ഒരു കൺസിസ്റ്റൻ്റായ കൂട്ടുണ്ടായിരിക്കുക. അതിനേക്കാൾ വലിയ സൗഭാഗ്യമില്ല. ആ സൗഭാഗ്യം സ്വയം അനുഭവിച്ചെറിഞ്ഞ ഒരാളെന്ന നിലയിൽ വേണം നമ്മൾ യേശുവിനെ കാണാനും പരിചയപ്പെടാനും. അതൊരു യേശുവിനെ മാനുഷികമായിട്ട് നമ്മൾ പരാമർശിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗം. അത് യേശുവിന് കൂട്ടുണ്ടായിരുന്നു വസ്തുതയിൽ. യേശുവിന് കൂട്ടെന്നൊക്കെ നിലയിൽ ഒരൊറ്റ ആൾ മാത്രമാണ് വേദപുസ്തകം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത് ലാസർ എന്നാണ് പറയുന്നത്. ലാസർ എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. കാരണം മറ്റേതൊക്കെ വാസ്തവത്തിൽ ഒരു ശിഷ്യ സമൂഹമായിട്ടാണ് കാണിക്കുക. ശിഷ്യന് നല്ല കൂട്ടുകാരൊക്കെ ആകാനായിട്ട് പറ്റും. പക്ഷേ എന്നാലും ഈ കൂട്ടെന്ന് പറഞ്ഞൊരു സംഭവം അതിന് ഇത്തിരി കൂടി മീതിയാണെന്ന് തോന്നുന്നു. ലാസറിനെ നന്നായിട്ട്, വളരെ നന്നായിട്ട് വേദപുസ്തകം അടയാളപ്പെടുത്തുന്ന യേശുവിൻ്റെ സ്നേഹിതൻ എന്നാണ്. നിൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു. പക്ഷേ അയാളുടെ വിയോഗത്തിന് മുമ്പിലാണ് യേശു ഇങ്ങനെ വിതുമ്പിക്കരയുന്നത്. വല്ലാത്തൊരു രംഗമാണ്. ഇങ്ങനെ തൻ്റെ കടന്നുപോയ സ്നേഹിതനെ ഓർത്ത് അയാളുടെ ജീവൻ്റെ തീരത്തേക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ധൈര്യമുണ്ടായിരുന്നിട്ട് പോലും യേശു വാവിട്ട് കരയാം. ദിവസം കൃത്യമായിട്ട് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അത്രയും ഇങ്ങനെ സൗഹൃദങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എന്തുകൊണ്ടായിരിക്കണം അപ്പോൾ യേശുവിൻ്റെ സ്നേഹിതൻ എന്ന നിലയിൽ നമ്മൾ ലാസറിനെ സൂചിപ്പിച്ച് പോയി. എന്തുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ 2 പേരെ വെച്ച് വിടുന്നത്? അത് നമ്മൾ കണ്ട ഈ വിചാരം തന്നെ, ഏകാന്തതയ്ക്കൊരു പരിഹാരം. രണ്ടാമതായിട്ട് അതിനകത്തൊരു ഇത്തിരി അതിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ ഒരു വായന കൂടിയുണ്ട്. അതിനൊരു എക്സൈറ്റിക്കലായൊരു വായന കൂടിയുണ്ട്. കാരണം ഒരു കാര്യം സത്യമാണെന്ന് അറിയണമെങ്കിൽ വേറൊരാളതിനെ വൗച്ച് ചെയ്യണം. 2 പേരുടെ സാക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഡ്യൂട്രോണമിയിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നിയമാവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് വസ്തുതയിൽ അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ ദാനിയേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ രൂപപ്പെടുന്നത്. ദാനിയേൽ അന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ നാട്ടിൽ വളരെയേറെ പ്രിയപ്പെട്ട, വളരെയേറെ സ്നേഹവതിയായ ഒരു സ്ത്രീയെ പരബന്ധത്തിൻ്റെ പേരിൽ കലറിഞ്ഞു കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. ആരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ 2 വളരെ പ്രമുഖരായ മനുഷ്യർ പറയുന്നുണ്ട്, ഞങ്ങളത് കണ്ടു എന്നാണ് പറയുക. നമ്മുടെയൊക്കെ ഒരു കാലത്ത് വളരെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ ഇത്. മനുഷ്യർ ശരിയെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ ശരിയാണോ? വിശേഷിച്ചും ഈ കലയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്നത് വളരെയേറെ ബാധകമായൊരു കാലത്തിനകത്ത് ഇത്തരം ചില കഥകൾക്കൊരു പുനർവായന പോലും ആവശ്യമാണ്. 2 പേര് സാക്ഷികളുണ്ട്. അപ്പോൾ ഈ ഏകദേശം ഇവരുടെ മരണം ഉറപ്പാകുമ്പോൾ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് തീരുമാനിച്ച് കഴിയുമ്പോഴേക്കും ഒരു ദാനിയേൽ എന്ന് പറയുന്നൊരു ചെറുവാല്യക്കാരന് ദൈവം ഉണർത്തിയ. അവൻ ചെന്നിട്ട് സാക്ഷികളെന്ന് പറയുന്ന 2 മനുഷ്യരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്കുക. എന്നിട്ട് 1-ാമത്തെ ആളോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് മരത്തിൻ്റെ കീഴിലാണ് അവളെ കണ്ടെന്ന് പറയുന്നത്? ആരോടൊപ്പമോ കണ്ടെന്ന് പറയുന്നത്? അയാൾ മരത്തിൻ്റെ പേര് പറയുന്നു. അടുത്ത ഊഴം മറ്റേയാളുടേതാണ്. അയാളോട് ആ ചോദ്യം ചോദിക്കുന്ന അയാൾ മറ്റൊരു മരത്തിൻ്റെ പേര് പറയുന്നു. അങ്ങനെയാണ് ഈ സൂസനയുടെ മീതെയുള്ള ആ ഒരു കഠിന വിധിയുടെ ആ ഒരു വാള് നീങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ട 2 പേര് ഒരേ കാര്യത്തിന് വേണ്ടി പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അത്തരം ഒരു സാക്ഷ്യമെന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഈ പറഞ്ഞ ഈ 2 പേരുടെ യാത്രയ്ക്കകത്ത് സൂചിതമാണെന്നൊക്കെ ഉള്ള ചില വായനകളൊക്കെ നമുക്കുണ്ട്. ഒരു സിനർജി സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ പുതുകാലത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് സിനർജി എന്ന് പറയുന്നത്. പണ്ടിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ മേശയിലിരുന്ന് ജോലി കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ക്യൂബിക്കിലോ അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ ക്യാബിനുകൾക്കകത്ത് ജോലി കൊണ്ടിരിക്കുകയായിരുന്നു. 5 പേര് 5 ക്യാബിനകത്തിരുന്ന് ജോലി എന്ന് വിചാരിക്കുക. ഈ 5 പേരും കൂടി ചേർന്നിട്ട് ഒരു പൊതുവിടത്തിൽ ജോലി ചെയ്യാമോ? അവരുണ്ടാക്കിയെടുക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് 5 പേരുടെ ഊർജ്ജമല്ല, 5 പേര് കൂടി കൂട്ടിക്കൊണ്ടാകുന്ന ഊർജ്ജമല്ല, മറിച്ച് 7 പേരുടെ ഊർജ്ജമാണെന്നൊക്കെ പറയുന്ന ചില കൗതുകമുള്ള ചില നിരീക്ഷണങ്ങൾ കണക്കാതെ ഒരു പുതിയൊരു എനർജി ഉണ്ടാകുന്നുണ്ട്. എന്തും അകത്ത് ഒന്ന് മറ്റൊന്നിനോട് ചേരുമ്പോൾ അതിന് 2നും തുല്യമായൊരു മൂല്യമല്ല, അതിനൊക്കെ പ്ലസ്സായിട്ട് എന്തോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2 വാക്കുകൾ കൂടി ചേരുമ്പോൾ നക്ഷത്രം ഉണ്ടാകുന്നൊക്കെ കവികൾ പറയുന്ന കണക്ക്
എന്തോ ഒരു പുതിയ കാര്യം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മനഃശാസ്ത്രപരമായിട്ടും കൃത്യമായ ചരിത്രപരമായിട്ടുമൊക്കെ പലവിധ കാരണങ്ങൾ ഈ പറഞ്ഞ കൂട്ടുപോകൽ ഉണ്ടാകുമെങ്കിലും ഞാൻ വിചാരിക്കുന്നു അതൊന്നും ഈ ഏകാന്തത എന്ന് പറഞ്ഞൊരു കാര്യവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അതിനേക്കാൾ മീതയല്ല. മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡെന്ന് പറയുന്നത് കൂട്ടുണ്ടായിരിക്കുക എന്നുള്ള, അത് വളരെ പ്രധാനപ്പെട്ട. വസ്തുതയിൽ ഈ കൂട്ടിനകത്ത് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, വിഷമിച്ച ഒരാളെന്ന നിലയിലും വേണമെങ്കിൽ യേശുവിനെ വായിക്കാം. അത്തരമൊരു മനുഷ്യഗന്ധിയായ മനുഷ്യപ്പറ്റുള്ള വായനയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായിരുന്നു യേശുവിൻ്റെ തലേരാവിലെ ഏറ്റവും വലിയ സങ്കടം? മടങ്ങിപ്പോകുന്നതിൻ്റെ തലേരാവിലെ ഇങ്ങനെ തൻ്റെ വിധിയിലേക്ക് അവിടെ നടന്നു പോകുമ്പോൾ അവിടുന്ന് ആപ്പാടെ ആഗ്രഹിച്ചിരുന്നത് ആ വിധിയിലേക്ക് താൻ കടന്നു പോകുമ്പോൾ തന്നോടൊപ്പം ഉണർന്നിരിക്കാനായിട്ട് ചങ്കുറപ്പുള്ള ധൈര്യമുള്ള ഒരു 3 സ്നേഹിതന്മാരെ അവരെപ്പോഴും അവിടത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നു ആ കഷ്ടരാത്രിയുടെ ആ ഒരു കഠിന നേരത്ത് ഈ 3 പേരും ഗാഠനിദ്രയിലേക്ക് പോവുകയാണ്. വലിയ പേടിപ്പെടുത്തുന്ന ഒരു വിചാരം ഇത്. ഇതേ 3 പേര് നമ്മൾ ഇതിനു മുമ്പ് കാണുന്ന എവിടെയാണ്? താബോറിലാണ്. അന്ന് യേശുവിൻ്റെ ഒരു മഹത്വത്തിൻ്റെ ഒരു വല്ലാത്തൊരു മുഹൂർത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ വസ്ത്രം വെൺമഞ്ഞ് പോലെ തിളങ്ങുകയും മുഖം സൂര്യനെ കണക്ക് ജ്വലിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട് അവർ ഉണർന്നിരുന്ന് അവൻ്റെ മഹത്വം കണ്ടു എന്നുള്ള പറയാം. അപ്പോൾ ഒരു പാതിരാവാണ്, ഉറങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇത്രയും വലിയ കാര്യം നടക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഉറങ്ങിപ്പോവുക? അവർ കൃത്യമായിട്ട് ഉണർന്നത് കണ്ടു. അതേ ശിഷ്യന്മാർ ഇപ്പോൾ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയെന്നുള്ളത് കൂട്ടുമായി ബന്ധപ്പെട്ട വലിയ കഠിനമായ നിരീക്ഷണം. നമ്മുടെ മഹത്വത്തിൻ്റെ ആ ഒരു രൂപാന്തരീകരണ മലകളിൽ ഉണർന്നിരിക്കാൻ തയ്യാറുള്ളവർ നമ്മളുടെ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും ഏകാന്തതയുടെയും ഒക്കെ ഗസമെല്ല് നമ്മൾ ഒറ്റക്കാക്കുന്നു. കൂട്ടുപോവുക, അവസാനത്തോളം കൂടെ പോവുക എന്ന് പറയുന്ന ഒരു ലളിതമായ വിചാരത്തിൽ ഈ കുട്ടിക്കഥയിൽ ആരംഭിച്ചത് കൊണ്ട് തന്നെ ഈ വിചാരത്തെ സങ്കീർണമാക്കേണ്ട ഒരു ബാധ്യതയുമില്ല. നമുക്ക് വെറുതെ കണ്ണ് നിറഞ്ഞ് നമ്മളോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായ ചില നല്ല മനുഷ്യരെ ഓർമ്മിച്ച് അവർക്ക് വേണ്ടി ഒന്ന് കരം കൂപ്പി ഈ കൊച്ചു വർത്താനം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.